ഗഫൂറ ഗഫൂറ ഇറങ്ങി വാടാ. പൈസ നമ്മൾ അടുത്ത ആഴ്ച തരാ, ഇപ്പൊ ഇല്ലാഞ്ഞിട്ടാണ്. പൈസയോ? എനിക്ക് ഞമ്മക്ക് പൈസ ഒന്നും തരാനില്ലല്ലോ. അത് ശരി, മൊയ്തീനേനി ഇറങ്ങി വാടാന്ന് പറഞ്ഞപ്പോ ഞമ്മള് കരുതി വല്ല കടക്കാരായിരിക്കുന്നു. അപ്പൊ നാട്ടിൽ മുഴുവൻ കടവും വരുത്തി വെച്ച് പണിക്കൊന്നും പോവാണ്ട് വീട്ടിനകത്ത് അടിച്ചു പൂട്ടി ഇരിക്കുകയാണല്ലേ? പണിക്ക് പോകാനിട്ടല്ല, ആരും വിളിക്കാനിട്ടാണ്. പിന്നെ നിനക്കൊരു പണി തരാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിക്കണല്ലോ. എടാ ഗഫൂറെ, ടൗണിൽ പുതിയൊരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇന്റർവ്യൂ നടക്കാം, ഈ ചെല്ലി. അതെന്തേ ഈ ഇന്റർവ്യൂവിന് തനിയെ നടക്കാൻ പറ്റൂലേ? എടാ ജോലിക്കാരെ തെരഞ്ഞെടുക്കാനുള്ള ഒരു ഏർപ്പാടാ ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്. ഈ ചെല്ലി. എന്നാലും ഫാക്ടറിയിലെ പണി എന്നൊക്കെ പറഞ്ഞ നമ്മളൊരു സ്റ്റാറ്റസിനായി ചേരുമോ ഇതിനെ? ദിവസവും കടക്കാരുടെ വായിന്ന് തെറി കേൾക്കണ സ്റ്റാറ്റസിന് നന്നായിട്ട് ചേരണുണ്ടാവും. അല്ല, അതും ശരിയാണ്. എന്നാലും എടാ, ഞാൻ നിന്നെ പോലല്ല, വിദ്യാഭ്യാസം ഉണ്ട്, പഴയ 2ാം ക്ലാസ്സാ. അതെ, ഒരു വാച്ച്മാന്റെ പോസ്റ്റ് ഒഴിവുണ്ട്. ഇപ്പൊ ചെന്ന് ശ്രമിച്ചാ അത് കിട്ടിയേക്കൂ. ഒന്ന് ഉഷാറായിട്ട് ചെല്ലിന്റെ ചെങ്ങായിയെ. വാച്ച്മാന്റെ പോസ്റ്റാണല്ലേ? സെറ്റപ്പായിട്ട് ചെല്ല. നമസ്കാരം. ഇതെന്താ ഇത്രയും വാച്ച്? നമ്മളൊരു നല്ല വാച്ച്മാനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മള് വാപ്പ ഇതുപോലെ നല്ല വാച്ച്മാനായിരുന്നു. വട്ടാണെന്ന് തോന്നുന്നു. ഏതായാലും ഒരു ചോദ്യം ചോദിച്ചു നോക്കാം. ഗഫൂർ ഇരിക്കൂ. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഒരു കമ്പനിയുടെ വാച്ച്മാൻ ആയിട്ടാണ് താങ്കളെ നിയമിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഒരാഴ്ചത്തെ ലീവ് കാണാം സാറേ, അളിയന്റെ കല്യാണാണ്. നിയമിച്ചില്ലല്ലോ, അതിനു മുമ്പ് ലീവോ? അപ്പോ ഈ കമ്പനിക്ക് ഒരു ദിവസം തീ പിടിച്ചൊന്നിരിക്കട്ടെ, മിസ്റ്റർ ഗഫൂർ എന്ത് ചെയ്യും? നമ്മളെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട, നമ്മൾ എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെട്ടോളും.